എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 14-ാമത്തെ അധ്യായത്തിലെ ലാസ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലും ഈ ചാപ്റ്റർ തന്നെയാണ് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഇത്രയും വിവരിച്ച് പറയുമ്പം നമ്മളതിനെ ചുരുക്കി ചെറുതാക്കരുത് എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇന്ന് ഈ ചാപ്റ്റർ കഴിയും. ഇപ്പം ഓരോ ഭാഗത്തും നമുക്ക് ഓരോ രീതിയിലാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, പുതിയ പുതിയ അറിവുകൾ തരുന്നത്, ഇല്ല? അപ്പം ഇന്നലെ നമ്മൾ കണ്ടത് ഈ ഹരിഗിരി ബാബ വന്നു, അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. യു വിൽ ബിക്കം എ ഗോഡ്, അതായത് നീ ദൈവം ആകും എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഇല്ലയോ? അപ്പം ദൈവം ആകുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ജന്മത്ത് മുക്തി കിട്ടും. ഇപ്പോൾ ഈ മുക്തി തേടി നമ്മളൊക്കെ പോകുന്നതിൻ്റെ അർത്ഥം എന്തുവാ? മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മനെ വിചാരിച്ചാൽ നീ ബ്രഹ്മാവാകാം, ഏത് ദൈവത്തിനെ വിചാരിച്ച് ധ്യാനിക്കുന്നോ ആ ദൈവമാകാം, അല്ലെങ്കിൽ എതിനെ വിചാരിച്ച് ധ്യാനിക്കുന്നോ അതുമായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ് യു വിൽ ബിക്കം എ ഗോഡ് എന്ന് ഉള്ള ബ്ലെസ്സിങ്ങിൻ്റെ അർത്ഥം. അപ്പം നമ്മളും ദൈവമാകാമെന്ന് പറയുമ്പം അതായത് നമ്മൾ ഈ മനുഷ്യൻ്റെ നിലയിൽ നിന്ന് വേറൊരു ഉയർന്ന തലത്തിലോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയി. അപ്പം ഈ ഹരിഗിരി ബാബ പോയ പിന്നീട് ഇദ്ദേഹം ആ ഊഞ്ഞാലിൽ, മാവിൻ്റെ ചോട്ടിലുള്ള ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ മനസ്സിനെ വല്ലാതെ ഇട്ട് അലട്ടുന്നത്. ഒന്ന്, മെഡിറ്റേഷനിൽ ആ പെണ്ണിൻ്റെ രൂപം വരുന്നത്. രണ്ടാമത്, ഇപ്പം സിംഹം പോലെയാണ് ഇദ്ദേഹം ഗർജിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിനെ വല്ലാതെ ഇട്ട് അലട്ടുന്നു. അപ്പം ഇദ്ദേഹം വിചാരിച്ചു, പിന്നെ ഇദ്ദേഹം വിചാരിക്കുന്നത് ഇത് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ നേച്ചർ അതാണല്ലോ. ഇദ്ദേഹത്തിന് കുടിലിൽ നിന്ന് വെളിയിൽ വന്നിരുന്ന ഇത് തന്നെ ഓർമ്മ, കുടലിനകത്ത് പോയി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ ഇത് തന്നെ ഓർമ്മ. അപ്പം വലിയ ഒരു മനപ്രയാസത്തിൽ, ചഞ്ചലത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാവുന്നു ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വിചാരിക്കരുതെന്ന് വിചാരിക്കുന്നോ അത് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഓർമ്മയിൽ വരും, ആണല്ലോ. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒരു അൺപ്ലസൻ്റായിട്ട് ഒരു വിചാരിക്കാതെ ഒരു ചീത്ത സംഭവം നടന്നു, അത് വേണ്ട, നമുക്കത് മറക്കണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഏത് മറക്കണമെന്ന് വിചാരിക്കുന്നോ അതിനെ തന്നെ ഈ നമ്മുടെ മനസ്സുണ്ടല്ലോ എടുത്തെടുത്ത് ഇട്ട് തരും. ഇതാ കണ്ടോ, അന്ന് അങ്ങനെ പറഞ്ഞില്ലയോ, അന്ന് ഇവൻ പറഞ്ഞില്ലയോ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലയോ, ഈ നെഗറ്റിവിറ്റിയെ നമ്മുടെ മുമ്പിൽ കൊണ്ടിടുന്നതാണ് ഈ മനസ്സിൻ്റെ ഒരു കളി. അതുകൊണ്ടാണ് നമ്മൾ ഈ മനസ്സിനെ മങ്കി മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാമി മുക്താനന്ദയ്ക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അങ്ങനെ ഈ ഊഞ്ഞാലിരുന്ന് ചിന്തിക്കുമ്പം ഈ സുന്ദർദാസ് എന്നുള്ള ഒരു വലിയ മഹാൻ, അദ്ദേഹം ഒരു കവിയും കൂടാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ 4 വരി ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. അത് ഇങ്ങനെ പാടുക, മനസ്സിനകത്ത് വിചാരിച്ച് നോക്കുക, മനസ്സിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ അത് അടങ്ങുന്നില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മൊത്തം ആക്രമിച്ചിരിക്കുന്നത് ഈ 2 വിഷയങ്ങളാണ്. മെഡിറ്റേഷൻ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അദ്ദേഹം പറയുക, ഇപ്പം ഒരു പെണ്ണിനെ രായും പകലും വിചാരിച്ചുകൊണ്ടിരുന്ന ആ വിചാരത്തിലേ അങ്ങ് മുങ്ങിപ്പോകും നമ്മൾ. അതേപോലെ നമുക്ക് ദേഷ്യം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. എതിനെ മറക്കണം, എതിനെ മാറ്റി വയ്ക്കണമെന്ന് വിചാരിക്കുന്നോ അത് തന്നെ നമ്മുടെ ചിന്തയിൽ വീണ്ടും വീണ്ടും വരും. അതേപോലെ ഈ മായ ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വീണ്ടും വീണ്ടും ഈ മായയിൽ കിടന്ന് ചുറ്റിക്കളി നടത്താനേ നമുക്ക് പറ്റുന്നുള്ളൂ. എന്നും നമ്മൾ ഇതെല്ലാം മായയാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് വെളി വരുന്നോ അന്നേ നമുക്ക് ഇതിൽ നിന്ന് ഒരു വിമോചനമുള്ളൂ. അപ്പം അതുപോലെ 4-ാമത്തെ ലൈന് ഈ സുന്ദർദാസ് മഹാൻ എഴുതിയ വരികളാണ്. നീ ബ്രഹ്മനെ വിചാരിച്ചാൽ നീയും ബ്രഹ്മനാകും. അതായത് രത്നച്ചുരുക്കത്തിൽ പറയാൻ പോയാൽ നമ്മൾ ഏത് വിചാരിക്കുന്നോ അതുമായിട്ടാകും. ഇത് പലരും പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻ്റെ ടിപ്സൊക്കെ ഭഗവാൻ തന്നല്ലോ, നമ്മുടെ സ്വാമി മുക്താനന്ദ അതിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഏതിനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നോ അതുമായിട്ടങ്ങ് ആകും. ഇപ്പം നമ്മുടെ മനസ്സ് അതിലങ്ങ് അലിഞ്ഞ് ചേരും എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന് എല്ലാം മനസ്സിലാവുന്നു. ഇതെങ്ങനെ ഇരുന്നു. പിന്നെ അദ്ദേഹം ആലോചിക്കുക, ഞാൻ ഈ ഇയോല എന്നുള്ള സ്ഥലം, ഇയോല എന്നുള്ള ഈ സ്ഥലത്ത് എത്ര വർഷം കൊണ്ട് താമസിക്കുന്നു, എനിക്ക് നല്ല പേരായിരുന്നു. ഞാനിവിടെ ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ, ഈ ഗ്രാമത്തിലെ ഉള്ള ആൾക്കാരുടെ മുമ്പിൽ വളർന്ന് ഒരാളായതാണ്. അപ്പം അവർക്ക് എൻ്റെ രീതികളെല്ലാം അറിയാം. അപ്പം അവർക്ക് എന്നെക്കുറിച്ച് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അവർക്ക് എൻ്റെ പുറത്ത് മര്യാദയുണ്ട്, സ്നേഹമുണ്ട്, എനിക്കും അവരോടുണ്ട്. അപ്പം അവരുടെ അടുത്തൊക്കെ ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ അറിയിക്കുന്നത്? അത് ഇവർക്ക് അറിയിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയത്, എന്നാൽ പിന്നെ ഞാൻ ഈ സ്ഥലം വിടണം എന്ന് വിചാരിച്ചു. ഏത് നിമിഷം ആ ചിന്ത വന്നോ അപ്പം തന്നെ ഇദ്ദേഹം വിചാരിച്ചു, ഞാൻ പോവാം. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പോംവഴി കിട്ടത്തില്ലയോ എന്നിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ഒരു പോംവഴി ഉണ്ടായി. ഈ സ്ഥലം വിട്, ഇവിടെ വേണ്ട, ആരും കാണാതെ, എന്നെ ആർക്കും അറിയാത്ത ഒരു സ്ഥലത്ത്, ആരുടെയും കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും ഒരു കാട്ടിൽ പോയി ഞാൻ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച ഉടൻ തന്നെ കുടിലിനകത്ത് പോയി 1-2 കാവ്യവസ്ത്രമൊക്കെ അവിടെ തൂക്കിയിട്ടിരുന്നു. അതൊക്കെ എടുത്തു. കയ്യിൽ വെള്ളം കുടിക്കാൻ ഒരു ചെറിയ കുടം പോലെ ഉണ്ട്, അതും എടുത്തു. ഒരു കോണകം ഉടുത്തിരുന്നു. അതിൻ്റെ മേളിൽ ഒരു ചെറിയ ഷാളും കൂടെ എടുത്തിട്ട് പുതച്ചുകൊണ്ട് ഇറങ്ങി വെളിയിൽ. അതിനു മുമ്പേ ഈ കുടിലിനകത്ത് കയറിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ കുടിലിനകത്ത് കയറിയപ്പോൾ തന്നെ ആദ്യം ചെയ്തത് ഈ തുണിയെടുക്കുന്നതല്ല, ഭഗവാൻ നിത്യാനന്ദയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുമായിരുന്നല്ലോ. ഫോട്ടോ എടുത്ത് നെഞ്ചത്ത് പല പ്രാവശ്യം ചേർത്ത് പിടിച്ച് ഗുരുജിയെ മനസ്സുകൊണ്ട് നല്ലപോലെ ധ്യാനിച്ചു. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിനൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഈ സുഖി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ഒരു കുടിൽ വെച്ച് 2 മാവൊക്കെ വെച്ച് നട്ട് അത് വളർന്ന് അതിൻ്റെ അടിയിൽ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് ഒരു സ്വസ്ഥമായിട്ട് അദ്ദേഹമായി, അദ്ദേഹത്തിൻ്റെ ഗുരുവായി, അദ്ദേഹത്തിൻ്റെ ധ്യാനമായി, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്, ആത്മീയതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എനിക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം. അപ്പം ഗുരുജിയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്തണച്ച് നന്ദി പറഞ്ഞ് എല്ലാം ഞാൻ വിട പറഞ്ഞിട്ട് ആ കുടിലിൻ്റെ അടുത്ത് വിട പറയുന്നു. കുടിലിൻ്റെ വെളിയിൽ വന്ന് മാവിൻ്റെ അടുത്ത് വിട പറയുന്നു. ഇത്രയും ദിവസം നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചു, ഞാൻ പക്ഷേ ഇവിടുന്ന് സ്ഥലം വിടുക എന്ന് വളരെ മനപ്രയാസത്തോടു കൂടി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ തുണിയും എടുത്ത് കെട്ടിക്കൊണ്ട് ഒറ്റ പോക്ക്. ആരടുത്തും ഒന്നും പറഞ്ഞില്ല. കുടിലിനെ തുറന്നിട്ടു, അടച്ചില്ല. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ഐഡിയ ഇല്ല. അങ്ങനെയുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ കുടിലൊക്കെ പൂട്ടിക്കെട്ടി അല്ലെങ്കിൽ ബന്ദോബസ്ത് ചെയ്തിട്ട് പോകത്തുള്ളൂ. കുടിലൊക്കെ തുറന്ന് ഇട്ടിട്ട് ഒറ്റ നട പോയി. അങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്ക് കുറച്ച് ദൂരം കഴിഞ്ഞപ്പം തിരിച്ചും ഇദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല എന്നല്ല, അതൊരു ഉറച്ച തീരുമാനമാണ്. എന്നാലും തിരിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലോട്ട് ആ സൈഡിലോട്ട് തിരിഞ്ഞ് ഒന്നുകൂടെ തൊഴുതിട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സഹ്യാദ്രി റേഞ്ച് എന്നൊരു കുന്നും മലയും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ബോംബെയിൽ. അതായത് ഈ മലയ്ക്ക് തന്നെ ഓരോ ഏരിയയിലും ഓരോ പേരാണ്. വിന്ധ്യമല, പൊതിഹ്യമല, സഹ്യാദ്രി മല എന്നൊക്കെ അതാത് സ്ഥലത്ത് വേറെ വേറെ പേരുകൾ കൊണ്ടാണ് വിളിക്കുന്നത്. അതുപോലെ ആ സഹ്യാദ്രി മലയെ നോക്കി ഇദ്ദേഹം നടന്നു പോകുമ്പം അവിടെ ദൗലതാബാദ് എന്ന് പറഞ്ഞ ഒരു കോട്ടയുണ്ട്.
ദൗലതാബാദ് വളരെ പ്രസിദ്ധിയായ ഉള്ള ഒരു കോട്ടയാണ്. ആ കോട്ടയുടെ അടുത്തോട്ട് പോകുമ്പം അവിടെയാണ് ഈ ഗ്രീഷ്ണീശ്വർ എന്ന് പറഞ്ഞ് ഈ യെല്ലോര കേവ്സ് ഉണ്ടല്ലോ, ഗുഹ. ആ യെല്ലോര ഗുഹയുടെ അടുത്താണ് ഈ ഗ്രീഷ്ണീശ്വർ എന്ന് പറയുന്നത് ഒരു വലിയ ഫേമസ് ശിവക്ഷേത്രമുണ്ട്. അത് ഈ 12 ജ്യോതിർലിംഗത്തിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ 12 ജ്യോതിർലിംഗത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലിട്ടാൽ ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ അതൊക്കെ അറിയാം, അറിഞ്ഞു വയ്ക്കാം. എന്താ വെച്ചാൽ അതൊക്കെ അവിടെയൊക്കെ പോകുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. എസ്പെഷ്യലി ഇങ്ങനെ നമ്മൾ ഈ ആത്മീയതയിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഇങ്ങനത്തെ വളരെ പവറുള്ള സ്ഥലങ്ങളാണ് ഈ 12 ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. അതിൽ കേദാർനാഥ് ഒന്നാണ്, രാമേശ്വരം ഒന്നാണ്. അങ്ങനെ ഞാനൊരു 12ൽ 10 പോയിട്ടുണ്ട്. ഇനി ഒരു 2 മഹാകാലേശ്വർ എന്ന് പറഞ്ഞ് ഉജ്ജയിനിയിലുണ്ട്, അവിടെയൊക്കെ ഞാൻ പോയതാണ്. അപ്പം ഈ ഗ്രീഷ്ണേശ്വറും പോയതാണ്. അപ്പോൾ ഈ ഗ്രീഷ്ണേശ്വരുടെ അടുത്ത് പോന്നു. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ഗ്രാമം, അതിൻ്റെ പേരാണ് നാഗാദ് എന്നുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലോട്ട് ഇദ്ദേഹം പോവുക. പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിറയെ ഈ ഓറഞ്ചിൻ്റെ ഓർക്കിഡ്, ഓറഞ്ച്, മാങ്ങ, ഇതൊക്കെ ഈ ഈ കരിമ്പ്, ഇതൊക്കെ ഒരുപാട് വിളഞ്ഞ് നിൽക്കുന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ വയറ് കത്തുന്നു, ഒന്നും കഴിക്കാത്ത വയറ് കത്തി കരിയുക. അങ്ങനെ ഇരുന്നപ്പം അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ആർക്കിഡിലൊന്ന് പോയാലോ, 2 പഴം എടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിച്ച് ഒരു ആർക്കിഡിൻ്റെ പഴത്തോട്ടത്തിനകത്ത് പോന്നു. അപ്പം ആ പഴത്തോട്ടത്തിൻ്റെ ഓണർ ഇദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിന് ഓണറുടെ പേരാണ് ദഗാദു സിംഗ് എന്നാണ് ആ ഓണറുടെ പേര്. ആ ഓണർ ഇദ്ദേഹത്തിനെ കണ്ടിട്ടേ, ഇദ്ദേഹത്തിൻ്റെ വേഷം കാണുമ്പോഴേ അറിയാം ഒരു സാധുവാണെന്ന്. അപ്പം വിളിച്ച് എവിടുന്നാണ് വന്നിരിക്കുന്നത്, എന്തുവാ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു കിച്ചടി പോലെ, വിശപ്പ് മാറാൻ വേണ്ടി ഒരു കിച്ചടി പോലെയൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം ഇദ്ദേഹത്തിന് ഇങ്ങനെ ചുറ്റിയും പറ്റിയും ഇതെന്തൊരു സ്ഥലമാണ്, ഇങ്ങനെ ചുറ്റിയും പറ്റിയും നോക്കിയപ്പം ഒരു ചെറിയ കുടിൽ കണ്ടു. സാധന ചെയ്യാൻ പറ്റിയ ഒരു കുടിൽ കണ്ടു. അപ്പം ഇതിൽ ഏതോ ഒരു യോഗി നേരത്തെ താമസിച്ച് സാധന ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ചോദിച്ചു കാണും. അപ്പം മറ്റേ ദഗാദു സിംഗ്, ശരി നിങ്ങളിവിടെ താമസിച്ചോ, ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ താമസിക്കാൻ പെർമിഷനും കൊടുത്തു, വേണ്ട ഏർപ്പാടുകളും ചെയ്തു. അപ്പം ശരിയെന്ന് ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ശരിയെന്ന് അകത്ത് കയറിയ ഉടനെ തന്നെത്താനെ അദ്ദേഹം ഇരിക്കാൻ പോയപ്പോഴേ തന്നെത്താനെ അങ്ങ് ഈ പത്മാസനത്തിൽ കാലങ്ങ് മടങ്ങി. അതാണ് ഈ കുടിലിൽ പണ്ട് വേറെ ഏതോ ഒരു യോഗി ഇരുന്ന് മെഡിറ്റേഷൻ ധ്യാനം ചെയ്ത സ്ഥലമാണെന്നുള്ളതിൻ്റെ അടയാളം. അതായത് ഇതുപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അതായത് ഒരു യോഗി കുറേ നാൾ ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുമ്പം ആ സ്ഥലം മുഴുക്ക ആ പോസിറ്റിവിറ്റി, ആ എനർജി പരവിയിരിക്കും. ഇപ്പം നോർത്തിലൊക്കെ മഹാവതാർ ബാബാജിയുടെ ഗുഹയ്ക്ക് എല്ലാവരും പോന്നു. അത് വലിയ അത് എളുപ്പത്തിലൊന്നും നടന്നു പോകാൻ ഒക്കാത്ത ഒരു സ്ഥലമാണ്. പോകാൻ ഒരു ദിവസം വേണം, വരാൻ ഒരു ദിവസം വേണം. പിന്നെ അവിടെ നിന്നാൽ ഇപ്പം അത് ഭയങ്കര ബിസിനസ് സ്പോട്ടാക്കി ആളുകൾ അവിടെ ഉള്ളവർ. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കേട്ട് കണ്ട് പഠിച്ചൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് ഈ മഹാവതാർ ബാബാജിയുടെ ഗുഹയിൽ പോകണം. വസിഷ്ഠൻ്റെ ഗുഹ ഉണ്ട്, ഇതിലൊക്കെ പോകുന്നത് ഒരു നല്ലതാണ്. നമ്മളെ മാതിരി ഈ പാതയിൽ ആത്മീയതയിൽ ഉള്ളവർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നതും പോകുന്നതും അവിടെ ഇരിക്കുന്നതും ധ്യാനിക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഒരുപാട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തോ ചെയ്തു, അവിടുത്തെ ലോക്കൽസ് അത് വെച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരവിടെ കുറേ ടിക്കറ്റൊക്കെ ഇട്ട് ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഫ്രണ്ട് പോയിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഭയങ്കര ബിസിനസ്സാക്കി കളഞ്ഞു. പിന്നെ അകത്തൊക്കെ ഇങ്ങനെ കുനിഞ്ഞ്
ഇങ്ങനെ കിടന്ന് അങ്ങനെയൊക്കെ വേണം പോകാൻ. അവിടെ പോയാൽ ഒരു 5 നിമിഷം ഇരിക്കാം, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ലോക്കൽസ് വിടുന്നില്ല അകത്ത്, എന്നുവെച്ചാൽ അത്രയും തിരക്ക്. അപ്പം അതുപോലെ ഈ കുടിലിൽ ഇദ്ദേഹം കയറി ഇരുന്ന ഉടനെ തന്നെത്താനെ ആ ലോട്ടസ് പൊസിഷൻ, ആ പത്മാസനത്തിലോട്ട് അങ്ങേർക്ക് ഇരിക്കാൻ പറ്റി. ഇരിക്കാൻ പറ്റി. അപ്പോൾ ആ കുടിലൊക്കെ ഇരിക്കാൻ പറ്റിയ ഉടനെ തന്നെത്താനെ ആ മെഡിറ്റേഷനിലോട്ടങ്ങ് പോന്നു. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ ചുമന്ന ഓറ ദേഹത്തിനെ ചുറ്റി ദേഹത്തിൻ്റെ സൈസിനുള്ള ആ ചുമന്ന ഓറ വന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതുമാത്രമല്ല, ശ്രദ്ധിച്ച് കേൾക്കണേ, അങ്ങനെ ഇരുന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഇന്നർ വോയിസ്. എന്തുവാ? അവിടെയുള്ള ഒരു കബോർഡുണ്ട്, അത് തുറ, അതിനകത്തൊരു ബുക്കുണ്ട്, അതെടുത്ത് നീ വായിര് എന്ന് ഉൾമനസ്സ് പറയുന്നു. ഇന്നർ വോയിസ്. ആദ്യം ഇദ്ദേഹം വിചാരിച്ചു ഇത് ചുമ്മാ എന്ന് വിചാരിച്ച് വിട്ടു. രണ്ടാമതും അതേ ശബ്ദം, അതും വിട്ടു. മൂന്നാമതും അതേ ശബ്ദം, ആ കബോർഡിനകത്ത് കബോർഡ് തുറ, കബോർഡിനകത്തൊരു ബുക്കുണ്ട്, ആ ബുക്കെടുത്ത് വായിര് എന്ന്. മൂന്നാമത്തെ പ്രാവശ്യം ആ ഉൾവിളി വന്നപ്പം ഇദ്ദേഹം വിചാരിച്ചു ഇതിനെ ഇങ്ങനെ തള്ളിക്കളയാൻ ഒക്കത്തില്ല, ശരി എണ്ണിച്ച് വായിക്കാം, പോയി നോക്കാം, അതിനെ ഉണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം എണ്ണിച്ച് പോയപ്പം ഒരു കബോർഡ്, ഒരു ചെറിയൊരു അൽമാര ചെറുത്, അതിനകത്ത് ഒരു പുസ്തകം. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞത് കള്ളമല്ല, എൻ്റെ മനസ്സ് ചുമ്മാ അല്ല പറഞ്ഞ് സത്യമാണ് എന്നുള്ള ഒരു ഇതിൽ സന്തോഷത്തിൽ ആ ബുക്ക് എടുത്തുകൊണ്ട് വന്നു. തുറന്ന ഉടനെ it opened at a page describing the very kriyas that had been happening to me. അദ്ദേഹം ഇങ്ങനെ ബുക്കെടുത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ തുറക്കുമല്ലോ, ഇങ്ങനെ ജസ്റ്റ് തുറന്ന ഉടനെ ആ ഒരു ചാപ്റ്റർ വന്നത് എന്തുവാണോ അതിനകത്ത് വിവരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് നടന്ന ക്രിയാസ്, അതായത് മുദ്രകൾ, ബന്ധാസ്, പിന്നെ പാമ്പ് പോലെ നെളിയുന്നത്, സിംഹം പോലെ ഗർജിക്കുന്നത്, അതൊക്കെയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഉണ്ടായ മാറ്റങ്ങൾ, ക്രിയാസ്. ആ ക്രിയാസിനെയൊക്കെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അപ്പം എൻ്റെ ദേഹത്ത് നടന്നതെല്ലാം വെറുതെ അല്ല, അതിനെല്ലാം ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മൊത്തം വായിച്ചില്ല, അതിനു മുമ്പേ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം അങ്ങ് മാറി. മനസ്സിലുള്ള കുഴപ്പം, ആശങ്ക, ഇത് പ്രയാസം എല്ലാം അങ്ങ് മാറി. അപ്പോഴത്തേക്ക് മനസ്സിലായി എല്ലാമേ അദ്ദേഹത്തിൻ്റെ ഗുരുദേവ് ഭഗവാൻ ശ്രീ നിത്യാനന്ദയുടെ കളിയാണ് ഇത്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ആ ബുക്കിൽ അതിനകത്ത് എഴുതി കാണും, നിനക്കൊരു ഗുരു ഉണ്ടെങ്കിൽ എന്തോ എഴുതിയെന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷേ ഇത് മനസ്സിലായി എന്ന് മാത്രം പറയുന്നു. അപ്പോഴത്തേക്ക് അതായത് ഗുരുവിൻ്റെ പരിപൂർണ അനുഗ്രഹം കൊണ്ടാണ് ഇത് നടന്നത്. അപ്പം ഇതിനൊക്കെ പേര് സിദ്ധമഹായോഗ എന്നാണ് പേര്. അത് എന്തോ ഈ സിദ്ധമഹായോഗ നടക്കുന്ന എന്തിനാ? സ്പിരിച്വൽ റിയലൈസേഷൻ, മുക്തി കിട്ടാൻ പോകുമ്പം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തിന് നല്ല സന്തോഷമായി. പിന്നെ അദ്ദേഹം വിളമ്പി വെച്ചിരുന്ന കിച്ചടി എടുത്ത് കഴിച്ചു, വെള്ളം കുടിച്ചു, അങ്ങനെ എല്ലാം തൃപ്തിയായി. ഇതിൽ നമുക്ക് ഒന്ന് മനസ്സിലാവണം, ഇതാണ് ഈ മനസ്സിൻ്റെ കളി. മനസ്സിൻ്റെ കളി എന്ന് വെച്ചാൽ ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ അറിയാം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ ഇട്ട് അലട്ടിക്കൊണ്ടിരുന്നാൽ കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, നമ്മുടെ റൊട്ടീൻ ചെയ്യാൻ പറ്റത്തില്ല. ഏത് കണ്ടാലും ഒരു വെറുപ്പ്, ദേഷ്യം, വിരക്തി അങ്ങനെയൊക്കെ ആയിരിക്കും.
അതിന് മേളി വേസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഉറക്കമേ വരത്തില്ല. സാധാരണ ഗതിയിൽ അതായത് നോർമൽ റൊട്ടീനായിട്ട് പോയാൽ ഞാൻ കിടന്നാൽ അങ്ങ് ഉറങ്ങും ഉടനെ. പക്ഷേ എന്തെങ്കിലും അന്ന് ഏതെങ്കിലും ഒരു വീട്ടിലൊരു ചെറിയ വഴക്കായിരിക്കാം, ഒരു ആർഗ്യുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുഃഖമായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ കാതിൽ വീണ് കാണും. എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. ഈ ലൗകിക ജീവിതം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നടന്നില്ലെങ്കിലാണ് അതിശയം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഡിസ്റ്റർബൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴേ എൻ്റെ രീതി എങ്ങനെയാണോ, ചിലർക്ക് കിടന്ന ഉറക്കമേ വരത്തില്ല. ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കും. ഇദ്ദേഹത്തിനും അതുപോലെ നടന്നിട്ടുണ്ട്. എനിക്കെങ്ങനെയാണോ, ഈ ക്ഷീണത്തിൽ ഞാൻ കിടന്ന ഉടനെ അങ്ങ് ഉറങ്ങി ഇപ്പോൾ 10 മണിക്ക് കിടന്നെന്ന് വെച്ചോളൂ, 10 മണിക്ക് ഉറങ്ങും. കിടന്ന ഉടനെ ഉറങ്ങും. 1 മണിയാകുമ്പോൾ എണ്ണിക്കും. ഒരു 12, 12:30, 1 മണി അത്രയും ഉറക്കമേ എനിക്ക് ആവശ്യമുള്ളായിരുന്നു. അതിന് മുകളിൽ ഉറക്കം വേണം. പക്ഷേ മനസ്സ് ഉറക്കത്തിൽ ലയിക്കുന്നില്ല, തന്നെത്താനെ ഉണരും. ഉണന്നാൽ പിന്നെ പറയേ വേണ്ട. ഈ ഉറക്കം വരാതിരിക്കുന്നത് ഒരു വലിയ അസുഖമാണ്. കിടന്നാൽ ഉടനെ ഉറങ്ങുക, രാവിലെ എണ്ണിക്കുക എന്ന് പറയുന്നതേ വലിയ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുക, നമ്മളുടെ പ്ലാൻ പോലെ ഡെയിലി റൊട്ടീൻസ് നടക്കുക, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം നടക്കുക. നമ്മൾക്ക് ഒരു നേരം ചോറ് കിട്ടിയാലും മതി, അത് നേരെ ചൊവ്വേ കഴിക്കുക. അതിന് ചോറ് കഴിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കാൻ പറ്റണം, വെള്ളം കുടിക്കാൻ പറ്റണം, കഴിക്കുന്നതും ദഹിക്കണം. വേണ്ടാത്ത വേസ്റ്റ് അടുത്ത ദിവസം വെളിയിൽ തള്ളണം. രാത്രിക്ക് പോയി കിടന്നാൽ നല്ലപോലെ ഉറങ്ങണം. ഇതെല്ലാമേ നമുക്ക് കിട്ടുന്ന ഭാഗ്യമായിട്ട് നമ്മൾ കരുതണം. നമ്മൾ എല്ലാം ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കില്ലയോ, ഇതിലെന്തോ വലിയ പുതുമ എന്ന് നമ്മൾ അങ്ങനെ പോലും വിചാരിക്കത്തില്ല. ഇതിനെയൊക്കെ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നില്ല. പക്ഷേ ഓരോന്നിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഇപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ 12:30, 1 മണിക്കൊക്കെ പെട്ടെന്ന് ഉണർന്നു എന്ന് വെച്ചോണം, പിന്നെ വെളുപ്പാൻ രാവിലെ വരെ ഉറക്കമില്ല. തിരിഞ്ഞും പറഞ്ഞും ടോസിങ് ഇൻ ദ ബെഡ് എന്ന് പറയും. അങ്ങോട്ട് കിടക്കുക, ഇങ്ങോട്ട് കിടക്കുക, കുറച്ച് നേരം കിടക്കുക, പിന്നെ ഉടനെ വെള്ളം ദാഹിച്ച ഉടനെ ബാത്റൂം പോകണം, പിന്നെ വരും, വെള്ളം കുടിക്കും, ബാത്റൂം പോകണം. ഇങ്ങനെ നേരം വെളുപ്പിക്കുന്നുണ്ട് ഇല്ല. അങ്ങനെയൊക്കെ ഇരുന്ന ഇദ്ദേഹത്തിന് ഇപ്പം ഈ ബുക്ക് വായിച്ചപ്പം ഇതെല്ലാം ക്ലിയറായപ്പം കിച്ചടി കഴിക്കാൻ പറ്റി, നേരെ ചൊവ്വേ അതിന് പിന്നെ മെഡിറ്റേഷനും ചെയ്യാൻ പറ്റി. ഇതിനെല്ലാം കാരണം മനസ്സാണ്. ഇതിനെല്ലാത്തിനും കാരണം മനസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മനസ്സിനെക്കുറിച്ചും അത്രയും വിവരമായിട്ട് 5 വീഡിയോസ് ഇട്ടത്. എന്നുവെച്ചാൽ മനുഷ്യന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ഒറ്റ കാര്യമേ ഈ ജീവിതത്തിലുള്ളൂ. ബാക്കിയെല്ലാം എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, കൺട്രോൾ ചെയ്ത് പോകാം. മനസ്സാണ്. ഓക്കെ. അപ്പം ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഇത് വായിച്ചപ്പോൾ എനിക്കങ്ങനെ മനസ്സിൽ തോന്നി, കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഈ നാഗാദ് എന്നുള്ള ഗ്രാമത്തിൽ കുറേ നാൾ താമസിച്ചു. ഒരു കുടിൽ കിട്ടിയല്ലോ, അതിൽ അദ്ദേഹം ഹാപ്പിയാണ്. അങ്ങനെ സാധനയെല്ലാം തുടർന്നു. ഇപ്പം 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്തൊക്കെയാ? അതായത് ഈ ലൈംഗിക മോഹം വന്നത് ഊർധ്വരേട്ട എന്ന് പറയുന്ന ഫ്രം വിച്ച് വൺ ഗെറ്റ്സ് ദ പവർ ടു ഗിവ് ശക്തിപാത്ത്. അതായത് ഈ സിദ്ധാപാത്തിൽ ഈ വരുമ്പം അതിൽ ഇങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പം നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. എക്സാക്ട്ലി ഇത് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഒരു സ്റ്റേജാണ്. ഓക്കെ. അപ്പം ഇദ്ദേഹത്തിന് ഒരു പവർ കിട്ടുന്നു. അതിനാണ് ഇങ്ങനെയൊക്കെ ഈ ലൈംഗിക മോഹത്തിലൊക്കെ ദേവിയാണ് വന്ന് മുൻവശത്ത് നിന്ന് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന്
ഉള്ളിലും പുറത്തു നിന്ന് കളിപ്പിച്ചത്. ഓക്കെ. അപ്പം അതുമാത്രമല്ല, ഈ ഒരു കാര്യം എനിക്ക് നേരത്തെ അറിയാം. ഈ സ്വാധിഷ്ഠാന ചക്രം ആക്ടിവേറ്റ് ആകുമ്പം ഈ സെക്ഷുവൽ ഡിസയർ കുറച്ച് കൂടും. എന്താണെന്ന് വെച്ചാൽ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫീലിങ്സ്, ഞാൻ സ്വാധിഷ്ഠാന ചക്രത്തിനെ കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ ഫീലിങ്സ്, ഇമോഷൻസ്, അതായത് നമ്മുടെ വികാരങ്ങളൊക്കെ കൂടും. അപ്പം ഈ ലൈംഗിക വികാരങ്ങൾ ഫീലിങ്സ് കൂടുതലുള്ള ഒരു മനുഷ്യന് അതെല്ലാം തൂണ്ടപ്പെടുമെന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ആകും. അപ്പോൾ ഇദ്ദേഹത്തിനും ഈ ഓരോ ചക്രയായിട്ട് ആക്ടിവേറ്റ് ആവുന്നു. അപ്പം ഈ സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റ് ആയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ലൈംഗിക മോഹം ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നത്. അതെ. അതുമാത്രമല്ല, ഇങ്ങനെ പോകുമ്പം ഇതുകൊണ്ട് എന്തുവാണോ ഈ അദ്ദേഹത്തിൻ്റെ, അതായത് ദേഹത്തിലുള്ള സെക്ഷുവൽ ഫ്ലൂയിഡ്, അതായത് ഈ ശുക്ലം, എന്തായിരുന്നാലും ശുക്ലം ഉണ്ടാവുന്നുണ്ടല്ലോ, ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ തന്നെത്താനെ അത് ചുരക്കുന്നതാണ്. അപ്പോൾ ഈ ശുക്ലമെല്ലാം മേളിലോട്ട് കയറാനുള്ള വഴിയിലാണ് ഈ സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റ് ആകുന്നതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ യോഗപാതയിൽ അല്ലെങ്കിൽ യോഗികൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്തുവാന്ന് വെച്ചാൽ, ആ ശുക്ലത്തിനെ വേസ്റ്റാക്കരുത്, ശുക്ലത്തിനെ കെട്ടിയാക്കി അതിനെ മേളിലോട്ട് ചെലുത്തണം. അതാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്, ഒരു സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് ഇദ്ദേഹത്തിന് ആ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പം അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു സമാധാനം, സന്തോഷം. പിന്നെ തിരിച്ചു അതേപോലെ ഈ പരമാനന്ദത്തിൽ ലയിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ നേക്കഡ് വുമൺ, ഞാൻ കണ്ട നേക്കഡ് വുമൺ വേറെ ആരുമല്ല, മഹാദേവിയാണ്, ദ ഗ്രേറ്റ് ഗോഡസ് കുണ്ടലിനിയാണ്. അതായത് അദ്ദേഹത്തിന് കുണ്ടലിനി ആക്ടിവേറ്റായി, തൂണ്ടപ്പെട്ടു. അങ്ങനെ കുണ്ടലിനി ആക്ടിവേറ്റ് ആകുമ്പം അത് മൂലാധാരത്തിൽ നിന്ന് എണീച്ച് സ്വാധിഷ്ഠാനം വഴി പോകുമ്പം ഈ സ്വാധിഷ്ഠാന ചക്രത്തിലെ ആ ചക്രം ആക്ടിവേറ്റ് ആയപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ തോന്നിയത്. അപ്പം മഹാദേവി ആ കുണ്ടലിനി ശക്തിക്ക് നമസ്കാരം ചെയ്തിട്ട് മാപ്പ് ചോദിച്ചു. അതിന് പിന്നെ ഇദ്ദേഹത്തിന് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. പിന്നെ അടുത്ത ദിവസം ഈ ചുമന്ന ഓറയിൽ കുണ്ടലിനി ദേവി വന്നു നിന്നു. പക്ഷേ ഇപ്പം ഡിസ്റ്റർബൻസ് ആയിട്ടല്ല, അങ്ങ് അതിസുന്ദരിയായിട്ട് ആ ദേവിക്കുള്ള അതേ രൂപത്തിൽ കാഴ്ച കൊടുത്തു. അദ്ദേഹത്തിന് ആ ഗ്രേസ്, ആ ദേവിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടി. അപ്പോഴത്തേക്ക് ആ ദേവി അങ്ങനെ ആ ചുമന്ന ലൈറ്റിലോട്ടങ്ങ് അലിഞ്ഞു ചേർന്നു. ആ ദേവിയുടെ രൂപം ചുമന്ന ലൈറ്റിലോട്ടങ്ങ് അലിഞ്ഞു ചേർന്നു. അപ്പം തൊട്ട് നൗ ദിസ് ശക്തി ബിക്കേം മൈ ഗുരു. അപ്പം തൊട്ട് കുണ്ടലിനി ശക്തിയാണ് ഈ സ്വാമി മുക്താനന്ദയുടെ ഗുരുവായിട്ട് മാറിയത്. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് തോന്നുന്നു, നമ്മുടെ ഭഗവാൻ നിത്യാനന്ദ ഈ ഷാളൊക്കെ കൊടുത്തു, പാതുകകളൊക്കെ കൊടുത്തു, പാദതൂളിയെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തിട്ടേ നീ അടുത്ത ദിവസം വന്നപ്പോഴേ നീ പോ, കയ്യിലൊരു ചെറിയ പഴം കൊടുത്തിട്ടേ നീ പോ ഈ ഇലയ്ക്ക് പോ, അവിടെ പോ, നിൻ്റെ ഹട്ടി പോയിരുന്ന് പോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ പുറത്തുള്ള വെറുപ്പല്ല, ദേഷ്യമല്ല, അദ്ദേഹത്തിന് അവിടെ ഇനി ഒരുപാട് കിട്ടാനുണ്ട് എന്നുള്ളത് ഗുരുവിനറിയാം. നേരത്തെ ഗുരുവാണല്ലോ ഇത്രയൊക്കെ ലീലകൾ നടത്തിയത്. ഇപ്പം ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ ഇരിക്കുന്ന കുണ്ടലിനി ശക്തി എണീറ്റു. ഓക്കെ. അപ്പോൾ ഇനി കുണ്ടലിനി ശക്തിയാണ് ഇദ്ദേഹത്തിനെ വഴി നടത്താൻ പോകുന്നത്. അപ്പോൾ ഇനി കുണ്ടലിനി ശക്തിയെ ഇദ്ദേഹം ഗുരുവായിട്ട് വിചാരിച്ചാൽ മതി. ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അങ്ങനെ അതായത്
ബിക്കോസ് മൈ ഹാർട്ട് വാസ് നേക്കഡ്. അതായത് ദേവിയുടെ രൂപമാണ്. പക്ഷേ ആ ദേവിയുടെ രൂപം ഈ വസ്ത്രമില്ലാത്ത ഒരു രൂപമായിട്ട് കാണാൻ കഴിഞ്ഞത് കണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിനുള്ള മെച്യൂരിറ്റി ഇല്ല. ഇത് ദേവിയാണ് എന്ന് തിരിച്ചറിയാനുള്ള മുതിർച്ചയില്ല. അതുകൊണ്ടാണ് ആ രൂപത്തിൽ കണ്ടത്. ഓക്കെ. അതുമാത്രമല്ല, ഫസ്റ്റ് ഡേ ആണ് അങ്ങനെ വസ്ത്രമില്ലാതെ വന്നത്. പിന്നെ എന്തുവാ ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് വന്നത്. അങ്ങനെയൊക്കെ. അപ്പം ഷി വാസ് ദ ഗ്രേറ്റ് ശക്തി കുണ്ടലിനി. അപ്പം ദേവിയെ നമസ്കരിച്ചു. ഇപ്പം അതെല്ലാം മാറി. പിന്നെ ഈ നാഗാദ് വന്ന് വളരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആ ഗ്രാമം നഗാദ് എന്ന് പറഞ്ഞ് ഗ്രാമം ഇഷ്ടപ്പെട്ടു. പിന്നെ തന്നെത്താനെ മെഡിറ്റേഷൻ, ധ്യാനം മുന്നോട്ട് പോകാൻ തുടങ്ങി. അദ്ദേഹം നിറയെ ബുക്സ് വരുത്തി വായിച്ചു. മഹായോഗ മഹായോഗ വിജ്ഞാന, സയൻസ് ഓഫ് മഹായോഗ. വിജ്ഞാനം എന്ന് വെച്ചാൽ സയൻസ്. സോ മഹായോഗ വിജ്ഞാന എന്നുള്ള ആ ബുക്ക് ഒരുപാട് എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതൊക്കെ വായിച്ചു. പിന്നെ വേറെയും കുറേ ഈ യോഗവാണി, ശക്തിപാത്, ശിവസൂത്രം, താന്ത്രിക ലോക്, ശിവദൃഷ്ടി, ഇങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം വരുത്തി വായിച്ചു. ചിലപ്പം ഈ ദഗാദു സിംഗിൻ്റെ അടുത്തെങ്ങാനും ചോദിച്ചു കാണും. സാധുവായ കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു കാണും. എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. ഇതൊക്കെ ആവശ്യപ്പെട്ടു, കിട്ടി, വായിച്ചു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ല ബോധ്യമായി. അപ്പം മദർ കുണ്ടലിനി, ഈ ദേവി, ആ കുണ്ടലിനി ശക്തിയുടെ അമ്മയുടെ കളിയായിരുന്നു, ലീലാവിനോദങ്ങളായിരുന്നു ഇതൊക്കെ എന്നുള്ളത് അദ്ദേഹത്തിന് നല്ലപോലെ ബോധ്യമായി. അതിന് പിന്നെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇങ്ങനെ പോന്നു. ഓക്കെ. അപ്പം ഇതാണ് ഈ 14-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്. ദ ഡിസൊല്യൂഷൻ ഓഫ് ഡിസയർ. ഡിസയർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ്, ആഗ്രഹം എന്ന് വെച്ചാലേ ഈ ലൈംഗിക മോഹം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇല്ല. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതായത് ഈ ജന്മത്ത് സ്വാമി മുക്താനന്ദയ്ക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല. അതിനെയൊക്കെ ആ ഭാഗത്തിനെയൊക്കെ ഒന്നുമില്ലാതെ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം സിദ്ധയോഗയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് അദ്ദേഹത്തിന് അതിനൊന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്നതാണ്. കല്യാണം കഴിച്ചിട്ടില്ല, ഇതൊന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ജന്മത്ത് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണും. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം സർഫേസിൽ വരിക, സബ് കോൺഷ്യസ് ലെവലിൽ കിടന്ന്, ആഴ്മനസ്സിൽ കിടന്ന് ഇങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം ദേവി കൊണ്ടുവരും. അത് ഗുരുവാണെങ്കിലും ശരി, കുണ്ടലിനിയാണെങ്കിലും ശരി, വേറെ നമ്മൾ തൊഴുന്ന ദൈവങ്ങളാണെങ്കിലും ശരി, ആ ഉള്ളിൽ കിടക്കുന്നവരെ അത് നടക്കത്തില്ല, നമുക്ക് മുക്തി കിട്ടാൻ പറ്റത്തില്ല. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ അതെല്ലാം കൊണ്ടുവന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നമ്മളെ ഈ സ്ഫുടവിട്ട സ്വർണ്ണമാക്കും. ആ ഒരു സാധാരണ ഒരു കല്ല് ഈ ഭൂമിക്കടിയിൽ പുതഞ്ഞ് കിടന്ന് ആ വെയിലത്തും പ്രഷറിലും മഴയത്തും ചൂടിലും ആണ് അത് ഇങ്ങനെ രത്നമാകുന്നത്, ഡയമണ്ട് ആവുന്നത്. അതുപോലെ പല 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 എക്സ്പെരിമെൻറ്റ്സ് മുഖാന്തരമാണ്, പരിശോധനകൾ നടത്തി നമ്മളെ ശുദ്ധപ്പെടുത്തും. അങ്ങനെയാണ് ഇതെല്ലാം ഇദ്ദേഹത്തിന് നടന്നത്. ഓൺലി തിങ് ഈസ് ഇദ്ദേഹം നേരത്തെ അതൊന്നും പഠിക്കാത്തതുകൊണ്ട്, വായിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചഞ്ചലമായിരുന്നു. ചഞ്ചലം എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ചഞ്ചലമല്ല, അങ്ങേയറ്റത്തെ മനപ്രയാസവും കുഴപ്പവും എല്ലാം ആയിരുന്നു. ഇപ്പം അതെല്ലാം തീർന്നു. അപ്പം ഇദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സിംഹം പോലെ ഗർജിച്ചതും ഈ ഇത് ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടതും ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് കർമ്മ തന്നെയാണ്. ഏതോ ഒരു ജന്മത്ത് ചെയ്തത് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് എന്ന് പറയും.
അൺഫുൾഫിൽഡ് ഡിസയർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അതായത് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ. അത് ഏതോ ഒരു ജന്മത്തിലായിരിക്കും ആഗ്രഹിച്ച് കാണും, അത് നടന്നു കാണത്തില്ല. പക്ഷേ അത് നമ്മുടെ സബ് കോൺഷ്യസ് ലെവൽ ആഴ്മനസ്സിൽ നിന്ന് എടുത്ത് ദൂരെ എറിയണം, അല്ലെങ്കിൽ അത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഒരു പെണ്ണിനെ സ്നേഹിച്ചു, കല്യാണം കഴിക്കാൻ വയ്യാതെ പോയി, ആ സ്നേഹം ഫുൾഫില്ലായില്ല. അപ്പം അത് മനസ്സിൽ കിടക്കും. അപ്പം ഏതെങ്കിലും ഒരു ജന്മത്ത് അതേ പെണ്ണിനെയോ അല്ലെങ്കിൽ വേറെ ഒരു പെണ്ണിനെയോ അതുപോലെ സ്നേഹിച്ച് അത് ആ ആഗ്രഹം അങ്ങ് തീർന്നില്ലെങ്കിൽ അത് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ പല രീതിയിലും നയിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളുടെ നെഗറ്റീവ് കർമാസിനെയൊക്കെ എടുത്ത് കളയാനാണ് ദൈവം നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ ഇതോടെ തീരുന്നു. അപ്പം 2-3 കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇതൊക്കെ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസാണ്. വേറൊരു മഹാൻ്റെ അനുഭവങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുന്നത് തന്നെ നമുക്ക് വലിയ ഒരു അനുഭവമാണ്, ഒരു പാഠമാണ്. അപ്പം ദൈവം ഇതിനൊക്കെ നമുക്ക് ഇടവരുത്തിയതിന് നന്ദി പറയുക. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കും ഇത് പറയാനും എനിക്ക് സന്തോഷമാണ്. 2-3 വർഷത്തിന് മുമ്പേ പഠിച്ച് ഞാൻ സന്തോഷിച്ചിരുന്ന ഒരു ബുക്കാണ്. പക്ഷേ ഇപ്പം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്കതിൻ്റെ ഇരട്ടി സന്തോഷമാണ്. അപ്പം വീഡിയോസൊക്കെ തുടർന്ന് കേൾക്കുക. നമ്മളെപ്പോലെ ഇതേ ലൈനിൽ ആഗ്രഹം ഉള്ളവർക്ക് മാത്രം ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വീഡിയോ ഒക്കെ നോക്കാൻ പറഞ്ഞാൽ അവരും കാണട്ടെ. എത്ര പേര് കാണാൻ പറ്റുന്നോ അത്രയും പേര് കാണണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടാനല്ല, പക്ഷേ ഇതെല്ലാം നമുക്കൊരു പഠിപ്പിനെയാണ്, ഒരു പാഠങ്ങളാണ്. അതുകൊണ്ടാണ്. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.